അന്താരാഷ്ട്ര തലത്തിൽ കപ്പലിലൂടെയുള്ള വ്യാപാര ബന്ധത്തിൻ്റെ ഒരു പ്രധാന മേഖലയാണ് ഈ ഹോർമുസ് കടലിടുക്ക്. ഇപ്പം ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഹോർമുസ് കടലിടുക്ക് അടച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇസ്രായേൽ അമേരിക്ക ആക്രമണത്തിൽ ഇറാൻ ഏതാണ്ട് തകർന്നപ്പോൾ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇത് ബാധിക്കുമോ? അതായത് എണ്ണവില വല്ലാതെ ഉയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ കൂടാൻ സാധ്യതയുള്ള ഒന്നാണ് സ്വർണ്ണവില. അത് മൊത്തം യുദ്ധത്തിൻ്റെ ഒരു ഫലമായിട്ട് പ്രത്യാഘാതമായിട്ട് നമുക്ക് കണക്കാക്കാം. എണ്ണവില 7 മാസത്തെ ഏറ്റവും കൂടിയ വിലയായിട്ട് ഉയർന്നു കഴിഞ്ഞു യുദ്ധം ഉണ്ടായതോടുകൂടി. അതായത് ഒരു വർഷം 2 ബില്യൺ ബാരൽ ആണ് ഈ ഹോർമുസ് കടലിടുക്ക് കൂടി പോകുന്നത്. ഇറാനും ഒമാനും ഇടയ്ക്കുള്ള നേരിയ കപ്പൽ പാതയാണ് ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാരലിന് $1 കൂടിയാൽ ഈ 2 ബില്യൺ നമുക്ക്, ഞാൻ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്, വർഷത്തിൽ 2 ബില്യൺ ബാരൽ ആണ് നമുക്കുള്ള എണ്ണ ഇതുവഴിയാണ് വരുന്നത്. അത് 2 ബില്യൺ ബാരലാണ് ഒരു വർഷത്തിൽ. അപ്പോൾ $1 കൂടിയാൽ എണ്ണയ്ക്ക്, ഒരു ബാരലിന് $1 കൂടിയാൽ വർഷം 2 ബില്യൺ കൂടുമല്ലോ. അത് $1 ആയിരിക്കില്ലല്ലോ കൂടുതൽ അല്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വലിയ ബില്ലാണ് നമുക്ക് എണ്ണയുടെ കാര്യത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ പിന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് വലിയ തോതിൽ. റഷ്യൻ എണ്ണ നമ്മൾ വീണ്ടും വാങ്ങാനുള്ള സാധ്യത കൂടുന്നു. പെട്ടു പോകുന്നത് ചൈനയായിരിക്കും. ചൈന അവരുടെ ആവശ്യത്തിന് ഇറാനെ വലിയ തോതിൽ ആശ്രയിച്ചു കൊണ്ടിരുന്നു. ഉപരോധം ചൈനയ്ക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇത് ഈ ലോകത്ത് മൊത്തത്തിൽ എണ്ണ ഉൽപാദനം മിച്ചം ആണ്, സർപ്ലസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വിലയിൽ വലിയ മിനിമം ഇമ്പാക്റ്റ് ആയിരിക്കും വിലയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അമേരിക്കയുടെ കണക്ക് കൂട്ടൽ. ഒരുപാട് ഉൽപാദനം ഉള്ളത് കൊണ്ട് സ്കൈ റോക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം എണ്ണയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കാൽക്കുലേഷൻ യുദ്ധത്തിന് മുമ്പ് അമേരിക്കയ്ക്ക് ഉണ്ട്. അമേരിക്കയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഉണ്ട്. അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല എന്നുള്ള കണക്കുണ്ട്. സൗദി, UAE, ഇറാഖ്, കുവൈറ്റ് ഇവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുണ്ടല്ലോ, അത് മുഴുവൻ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വിറ്റ് അവരുടെ എണ്ണ ടാങ്കറുകൾ പോകുന്നത്. ഈ കപ്പൽ പാത വഴിയാണ് പോകുന്നത്. സൗദി, UAE, ഇറാഖ്, കുവൈറ്റ്. അപ്പം ഈ രാജ്യങ്ങളെയൊക്കെ കാര്യമായി ബാധിക്കും. ഇന്ത്യയെയും ബാധിക്കും. ഇന്ത്യക്ക് ഇവിടെ നിന്നൊക്കെ എണ്ണ വരുന്നത് ഹോർമുസ് വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രന്റ് ക്രൂഡ് ഓയിൽ അതാണല്ലോ കൂടുതൽ വാങ്ങിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഈ വാരാന്ത്യത്തിൽ $72 ഉയർന്നിരുന്നു ബാരലിന്. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്നൊക്കെ പറയുന്നത് ബാരലിന് $60, അതിലും താഴെ എന്നൊക്കെയുള്ള കണക്കിലാണ്. എന്ന് പറഞ്ഞാൽ $12 ബാരലിന് അപ്പം തന്നെ കൂടി. നമ്മൾ നേരത്തെ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് വെച്ച് നോക്കുമ്പോൾ ബ്രണ്ടിന് $72 ഈ വാരാന്ത്യത്തിൽ. അത് ഇനി തിങ്കളാഴ്ചയൊക്കെ ആവുമ്പോഴേ, നാളെയൊക്കെ ആവുമ്പോൾ ഇതിലും കൂടുന്നതായിട്ട് കാണാം മിക്കവാറും. ജൂലൈക്ക് ശേഷം ഏറ്റവും വലിയ വിലയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൾഫിനെ, നമ്മൾ ഈ ഗൾഫ് എന്ന് പറഞ്ഞ മേഖലയെ ഒമാൻ കടലിടുക്കുമായിട്ടും അറബിക്കടലുമായിട്ടും ബന്ധിപ്പിക്കുന്ന പാതയാണ് ഈ ഹോർമുസ് കടലിടുക്ക്. അപ്പോൾ 1/5 ഈ മറ്റേ ക്രൂഡ് ദ്രാവക രൂപത്തിലുള്ളത് ഈ വഴിയാണ്. ലോകത്തിലെ 1/5 ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ 1/5 ഹോർമുസ് വഴിയാണ് പോകുന്നത്. അതുപോലെ LNG ഗ്യാസ് ഇതുവഴിയാണ് പോകുന്നത്. 15 മില്യൺ ബാരൽ പ്ലസ്
20% ആഗോളതലത്തിലുള്ള LNG ഗ്യാസിൻ്റെ 20% ഒരു ദിവസം 15 മില്യൺ ബാരൽ എണ്ണയും ഈ ഓരോ ദിവസവും ഹോർമസ് വഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത് ഇറാൻ. അപ്പോൾ യുദ്ധം മൂർധന്യത്തിൽ ആവുമ്പോൾ ഇറാൻ ഇപ്പോൾ അമേരിക്ക ഇസ്രയേൽ യുദ്ധം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ 9 മില്യൺ ബാരൽ പെർ ഡേ, ഒരു ദിവസം പോകുന്ന 9 മില്യൺ ബാരൽ റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ലോക വ്യാപാരത്തിലെ 9% പ്രശ്നത്തിൽ. ഇത് 9% എന്നല്ല, ഹോർമസ് കടലിടുക്ക് അടച്ചത് കൊണ്ട് നമുക്ക് 20% എന്ന് കൂട്ടാം. ലോക വ്യാപാരത്തിലെ 20%. അപ്പോൾ ഇന്ത്യയുടെ എണ്ണ നമ്മൾ 88% എണ്ണയും ഇറക്കുമതി ചെയ്യാണ് ഇന്ത്യക്ക് ആവശ്യമുള്ളത്. ലോകത്തിലെ 3ാമത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉപഭോഗ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ വാങ്ങുന്നു. 88% പുറത്തു നിന്ന് വാങ്ങുന്നു. അതിൽ 40% ഹോർമസ് വഴിയാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയെ യുദ്ധം കാര്യമായി ബാധിക്കും. അപ്പോൾ ഹൂത്തികൾ ഇനി വേറൊരു മേഖലയുണ്ട്, സൂയസ് വഴി പോകുന്ന ആ ഭാഗത്ത് ഹൂത്തികൾ യമന്റെ ഭാഗത്തുള്ള ബാബ് എൽ മൻഡബ് എന്ന് പറഞ്ഞ കപ്പൽപാത, അതിൽ പോകുന്ന ടാങ്കറുകൾ ഉപരോധിക്കുന്നുള്ള ഉറപ്പാണ് ഹൂത്തികൾ. രംഗത്തുണ്ട്. അവരിനി ചെങ്കടലിൽ കൂടി ഒന്നും പോവില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാന് വേണ്ടി. ബാബൽ മൻഡബിലും ഈ പ്രശ്നം ഉണ്ട്. അപ്പോൾ ചെങ്കടലിനെ ഗൾഫ് ഓഫ് ഏഡൻ ഉൾക്കടലുമായിട്ട് ചെങ്കടലിനെ ബന്ധിപ്പിക്കുന്ന പാതയാണ് ബാബൽ മൻഡബ്, യമന്റെ അടുത്തുള്ളത്. അറബിക്കടലിലേക്കും പിന്നീട് ബന്ധിപ്പിക്കുന്നു. അത് സൂയസ് കനാൽ വഴി ഉള്ള കപ്പൽ ഗതാഗതത്തിന്റെ സിര, ധമനി എന്നൊക്കെ പറയാവുന്നതാണ് ബാബൽ മൻഡബ്. അപ്പോൾ ഹോർമുസിന് മാത്രമല്ല ബാബൽ മൻഡബിനെയും ബാധിക്കും. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിനെ ആകെ ബാധിക്കുന്ന യുദ്ധമാണ് ഇത്. അപ്പോൾ ചൈനയ്ക്ക് ഇറാനാണ് എണ്ണ കൊടുത്തുകൊണ്ടിരുന്നത്. അത് പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ അമേരിക്കയിൽ നല്ല എണ്ണ ഉൽപ്പാദനമുണ്ട്. സൗദിക്ക് ഈ യുദ്ധമൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് റിക്കവർ ചെയ്യാനൊക്കെ പറ്റും. അവർക്ക് ഉൽപ്പാദനം ഉണ്ടല്ലോ അവിടെ, അങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും. ഈ യുദ്ധം കാരണം 4 ഷനാറിയോ അല്ലേ, 4 തരത്തിൽ ആണിത് ബാധിക്കുക എന്നാണ് കണക്കാക്കുന്നത്. ഒന്ന്, അമേരിക്കയോ ഇസ്രയേലോ ഇറാനിൽ നിന്നുള്ള എണ്ണ തടയുക എന്നുള്ളത്, ഇറാനിൽ നിന്നുള്ള എണ്ണ നീക്കം തടയുക. അതായത് ചൈനയിലേക്ക് 1.6 മില്യൺ ബാരൽ ആണ് പോകുന്നത്. അത് ചൈന വേറെ കണ്ടെത്തേണ്ടി വരും ചൈനയ്ക്കുള്ളത് തടഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വന്നാൽ ബാരലിന് 10 മുതൽ 12 വരെ ഡോളർ കൂടും. 10 മുതൽ 12 വരെ ബാരലിന് കൂടുന്നുള്ള ഉറപ്പാണ് എണ്ണ വില. 2, ഈ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ അടച്ചത്. അപ്പോൾ 18 മില്യൺ ബാരൽ ഒരു ദിവസം അത് വില കൂടും. അതെ, തടയപ്പെടുകയാണ്. അപ്പോൾ ഈ വില കൂടുന്ന അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോളറിന് 90 രൂപ വരെ ആകാം ബാരലിന് $90 വരെ ആകാം എന്നുള്ള പ്രശ്നം ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് $72 എന്നാണല്ലോ ബ്രണ്ടിന്. ഇത് 90 വരെയൊക്കെ ആയേക്കാം ഈ യുദ്ധം നീണ്ടുപോകുമ്പോ എന്നുള്ള അവസ്ഥയുണ്ട്. ഇനി 3ാമത്, ഇറാന്റെ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുന്നു എന്നിരിക്കട്ടെ. ഇപ്പൊ ഗാർഗ് ദ്വീപിന്റെ അടുത്തൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ, സ്ഫോടനം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഡോളറിന് 100 രൂപ ആകാം. ഇറാനിലെ ഉൽപാദനം നടക്കുന്നില്ല, ആ അവസ്ഥയിലേക്കൊക്കെ പോവുമല്ലോ. അപ്പൊ 100 രൂപയാകാം. 4, ഇറാൻ ഗൾഫിലെ മറ്റ് എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു എന്നിരിക്കട്ടെ. അത് നടക്കുമല്ലോ. ഇപ്പോ സുന്നി രാജ്യങ്ങളെ ആക്രമിക്കല്ലേ, സൗദിയും ബഹ്റൈനെയും ഒക്കെ ആക്രമിക്കുന്നുണ്ടല്ലോ, കുവൈത്തിനെയൊക്കെ. അങ്ങനെയാണെങ്കിൽ ഡോളർ, അതായത് ബാരലിന് $130 വരെ ആകുന്ന അവസ്ഥയാകാം. അതാണ് എക്സ്ട്രീം സിറ്റുവേഷൻ എന്ന് പറയുന്നത്.
2022 യുക്രൈൻ ആക്രമണം നടന്നല്ലോ റഷ്യയുടെ. ആ സമയത്ത് ഏതാണ്ട് അതിൻ്റെ അടുത്തെത്തിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങി തുടങ്ങിയപ്പോൾ അത് ഈ സമനിലയിൽ ഈ എണ്ണക്കച്ചവടത്തിനെ എത്തിക്കുന്ന ഒരു നീക്കമായിരുന്നു എന്ന് ലോകരാജ്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. നമ്മൾ റഷ്യൻ എണ്ണ കൂടി വാങ്ങുക എന്നുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് ഈ കാരണം മതിയായ കാരണമാണ്. നമുക്ക് റഷ്യയിൽ നിന്ന് $60 വാങ്ങാനുള്ള വീണ്ടും ഒരു അവസരമാണ്. വെനസ്വേലയിൽ നിന്ന് നമ്മൾ വെനസ്വേലയ്ക്ക് വലിയ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് സൂപ്പർ ടാങ്കറുകളിലാണ്. സാധാരണ ടാങ്കറുകളുടെ 4 ഇരട്ടി വരുന്ന വലിയ ടാങ്കറുകളിലാണ് ഇന്ത്യയിലേക്ക് വെനസ്വേലയിൽ നിന്ന് എണ്ണ വരുന്നത്. അങ്ങനെ 3 സൂപ്പർ ടാങ്കറുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയ്ക്ക്. അപ്പോൾ നമ്മൾ റഷ്യൻ എണ്ണ കൊണ്ട് പിടിച്ചു നിൽക്കും എന്നാണ് കരുതേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.